ഇപ്പോൾ കുറേ പേര് എനിക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രോ CMF ഫോണിനെ പറ്റി വല്ലതും പറ. CMF ഫോൺ 1, അതായത് CMF എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡാണ്. ഫോർ ദ റെഫറൻസ്, CMF എന്ന് പറഞ്ഞ സബ് ബ്രാൻഡ് പുതിയൊരു ഫോൺ ഇറക്കുന്ന ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് CMF തന്നെ അത് ടീസ് ചെയ്തു, കാൾപ്പയണ്ണൻ അതിൻ്റെ മേളിൽ ട്വീറ്റ് ചെയ്തു, കൂടാതെ തന്നെ ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ടീസർ പേജും വന്നു. അപ്പോൾ ടീസർ പേജ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഒരു ഓറഞ്ച് കളർ ഒരു ഫോണിൻ്റെ ഒരു ഇതാണ് കാണിച്ചത്, ഒരു റെൻഡറാണ് കാണിച്ചിരിക്കുന്നത്. സൈഡിൽ ഒരു ബട്ടമുണ്ട്, അത് പലരും പല ബട്ടണായിട്ട് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് അത് റോൾ ചെയ്യുന്ന ബട്ടണാണ്, ചിലർ പറയുന്നത് അത് വെറും ബട്ടണാണ്. അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ CMF ഫോൺ എന്ന് പറഞ്ഞ നിഗൂഢമായ ഫോണിനെ പറ്റി കുറച്ച് ലീക്ഡ് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ലീക്ഡ് ആണ്, ഉറപ്പൊന്നുമില്ല, പക്ഷേ ലീക്ഡ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി ആദ്യമേ പറയാനുള്ളത്, CMF എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സെൻട്രിക് കാറ്റഗറി സബ് ബ്രാൻഡാണ്. അതായത് അവർ അങ്ങനെ ഹൈടെക് പ്രൈസിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. ഈ പറഞ്ഞ ഇയർബഡ്സ് ആണെങ്കിലും നെക്ക് ബാൻഡ് ഒക്കെ ആണെങ്കിലും ഈവൻ ചാർജറൊക്കെ ആണെങ്കിലും വളരെ റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു 20,000 താഴെയുള്ള ഫോണായിട്ട് പ്രതീക്ഷിക്കാം. അതായത് നത്തിങ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലല്ല ഉള്ളത്. നത്തിങ് എന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞ കാറ്റഗറി തൊട്ട് മുകളിലോട്ടാണ്. ഇവരൊരു ബഡ്ജറ്റിലാണ്, ഒരു 20 താഴെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് മേളിലോട്ട് പോകുമെങ്കിൽ അവരുടെ ഫോണിന് തന്നെ കോമ്പറ്റീഷനാണ്. തലയ്ക്ക് വിവരം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവർ വെക്കത്തില്ല. തമ്മിൽ ലഡായി നടക്കത്തില്ല. കാരണം റിയൽമിയും പോക്കോ ഒക്കെ അങ്ങനെ ചെയ്യും, റെഡ്മി ഒക്കെ അങ്ങനെ ചെയ്യും, അത് അവരുടെ രീതി. ഇവരങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. കാരണം ആകെ 2-3 ഫോൺ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും ശരിയാകത്തില്ല. അപ്പോൾ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിപ്സെറ്റിന്റെ വീഡിയോ ചെയ്തായിരുന്നു. 6S Gen 3നെ പറ്റി കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് തന്നെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ഒരു ലീഗ്ഡ് ഡിസൈൻ വന്നിട്ടുണ്ട്. 2 ടൈപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട്. ഒന്ന് സിംഗിൾ ക്യാമറ മോഡ്യൂൾ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്, മൾട്ടി ക്യാമറ അതായത് ഡുവൽ ക്യാമറ സിസ്റ്റത്തിൽ ഒരു റെൻഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലീക്ക് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ ക്യാമറ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ iPhone 10 പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് നത്തിങ് ഫോൺ 1നെ ഇങ്ങനെയൊക്കെ വെച്ച് പിന്നെ iPhone 10 ഇങ്ങനെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. സിംഗിൾ ക്യാമറ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ iPhone ഒരു 6, 7, 5 ആ കാലഘട്ടത്തിലുള്ള റേഞ്ചാണ് സിംഗിൾ ക്യാമറ ഉള്ളത്. ഡുവൽ ക്യാമറ ആണ് ലീക്സിൽ പറയുന്നത്. നമുക്ക് നോക്കാം, ഏതാ ഡിസൈൻ എന്നറിയത്തില്ല. എന്തായാലും ഓക്കെ, ഇതൊരു വല്ലാത്ത ഡിസൈനാണ്. എനിക്ക് പേഴ്സണൽ ഡിസൈനകത്തൊന്നും പറയില്ല. ലെതർ ബാക്ക് ആണെന്ന് തോന്നുന്നു, വേഗൻ ലെതർ ആണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.67 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് പറയുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. സിമെട്രിക്കൽ ബെസൽസ് ആണ്. എനിക്ക് തോന്നുന്നില്ല ബഡ്ജറ്റിൽ അവർ അത്ര വെക്കും എന്നുള്ളത് പല ലീക്സിൽ പറയുന്നത്. ചില ലീക്സ് പറഞ്ഞ IPS LCD ആണെന്നാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് AMOLED ആയതുകൊണ്ട്, മീൻസ് ആ ഒരു ലീക്കിലെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, ചിലപ്പം AMOLED വരാം. എന്തായാലും ഡിസ്പ്ലേയുടെ കാര്യത്തൊന്നും പറയാനില്ല. അടുത്തായിട്ടുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, അതായത് പ്രോസസർ. അപ്പോൾ 2 ലീക്സ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് Dimensity 7200 പിന്നെ Dimensity 7300. അപ്പോൾ 7200 എന്ന് പറഞ്ഞാൽ നിങ്ങളത് അതങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. കാരണം നത്തിങ് ഫോൺ 2A സെയിം പ്രോസസ്സറിൽ ഇറക്കിയത് കൊണ്ട്, സെയിം പ്രോസസ്സറിൽ ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ പ്രൈസ് കൂടെ കുറവായതുകൊണ്ട് ഇതിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പം നത്തിങ്ങിന് തന്നെ അവരുടെ ഫോൺ 2Aക്ക് തന്നെ അതൊരു അടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല 7200 വരുമെന്നുള്ളത്. പക്ഷേ 7300 വരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും 7300 എന്ന് ചിന്തിക്കുമ്പോൾ 7200 വലുതല്ലേ ബ്രോ, അല്ലെങ്കിൽ കൂടിയതല്ലേ ബ്രോ, അപ്പം നത്തിങ് ഫോൺ 2Aക്ക് ഓൾറെഡി അതൊരു പ്രശ്നമല്ലേ എന്നൊരു ചോദ്യം വരും. അവിടെയാണ് നമ്മൾ MediaTekന്റെ ഉഡായിപ്പ് 3.0നെ പറ്റി സംസാരിക്കുന്നത്. MediaTek ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ സ്നാപ്ഡ്രാഗണും MediaTekും കൂട്ടമായിട്ട് ചെയ്തെന്ന ഒരു പ്രവൃത്തിയാണ് റീബ്രാൻഡിങ്. അതായത് ഒരേ പേരിലുള്ള പല സാധനങ്ങൾ ഇറക്കാം. നമ്മൾ ഈ കോഡിങ്ങിനകത്ത് ഫംഗ്ഷൻ ഓവർലോഡിങ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഒരേ പേര്. അപ്പോൾ ഇതേ സംവിധാനം തന്നെയാണ് ഇവിടെ ഇവർ ചെയ്തേക്കുന്നത്. Dimensity 7300 എന്ന് പറയുന്നത് Dimensity 7050ന്റെ സക്സസറാണ്. 7050 എന്നതിൻ്റെ കൂടിയതാണ്. ഇനി Dimensity 8100ന്റെ കുറഞ്ഞതാണ്. പക്ഷേ 7200ന്റെ ആർക്കിടെക്ചറുമായിട്ട് വളരെ വ്യത്യസ്തമാണ്. 7200 എന്ന് പറയുന്നത് വ്യത്യസ്തനായിട്ടുള്ള ആളാണ്. അതിൻ്റെ കൂടിയവനല്ല 7300. പ്രൂഫ് വേണമല്ലോ, പ്രൂഫ് തരാം. Dimensity 7050 6 നാനോമീറ്റർ TSMCയിലാണ്. കൂടാതെ Dimensity 7300 4 നാനോമീറ്ററാണ്. 7200 4 നാനോമീറ്ററിലാണ്. ഇനി കോർ സ്പെസിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇത് പ്രൊസസർ വീഡിയോ ആയിട്ട് വെക്കാൻ താല്പര്യമില്ല. നിങ്ങളിത് കൂടുതൽ നിങ്ങളിത് കൂടുതൽ കേട്ട് മനസ്സിലാക്കണ്ട. ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പേഴ്സ് നോക്കുക, ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നും. പേരുകളും ആ വേർഷൻസിൻ്റെ നെയിമൊക്കെ നോക്കിയാൽ മതി, കാര്യം മനസ്സിലാവും. Dimensity 7050നെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 2x2.6 GHz Cortex A78 6 2.0 GHz Cortex A55 ആണ് ഉള്ളത്. ഇനി Dimensity 7200 നോക്കിക്കഴിഞ്ഞാൽ 2x2.8 GHz Cortex A715
6x2.0 GHz കോർട്ടെക്സ് A510 ആണ് അതിനകത്തുള്ളത്. ഇനി നമ്മുടെ പുതിയ താരം ഡിമെൻസിറ്റി 7300 നോക്കിക്കഴിഞ്ഞാൽ 4x2.5 GHz കോർട്ടെക്സ് A78 4x കോർട്ടെക്സ് A55 2.0 GHz എഫിഷ്യൻസി കോഴ്സാണ് ഉള്ളത്. ഇത്രയും പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. പക്ഷേ 3 എണ്ണം നിങ്ങൾ ഒരേ രീതി നോക്കുവാണെങ്കിൽ ആദ്യം കാണാൻ പോകുന്ന കോർട്ടെക്സ് A78 ആണ് നിങ്ങൾ ഡിമെൻസിറ്റി 7050 7300 കാണുന്നത്. അതായത് കോർട്ടെക്സ് A78 ക്ലോക്ക് സ്പീഡ് കുറച്ച് കൂട്ടുകയും കൂടെ 2 കോർ ആഡ് ചെയ്യുകയും 2 കോർ മൈനസ് ചെയ്യുകയും ചെയ്ത സാധനമാണ് 7300 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. ഇനി 7200 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം വ്യത്യസ്തനാണ്. കാരണം അതിൻ്റെ പേര് കോർട്ടെക്സ് A715 എന്നും A510 എന്നാണ്. അതായത് ഡിസൈൻ വളരെ വ്യത്യാസമുണ്ട്. പുതിയ ആർക്കിടെക്ചറാണ്, അതായത് പുതിയ ഒരു സംവിധാനമാണ് 7200 അതിനകത്തുള്ളത്. പഴയ ഒരു സംവിധാനത്തിനെ പുതിയതായിട്ട് പെയിന്റ് അടച്ചിറക്കിയതാണ് 7300 അതിനകത്തുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും 7050 കൂടിയതാണ് 7300. 7200 ഇപ്പോഴും സുപ്പീരിയർ ആണ്. ഇനി പവറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തരുവാണെങ്കിൽ 7200 തന്നെയാണ് രാജാവ്, അതായത് മെയിൻ, ഇതിനകത്തെ ബെസ്റ്റ്. അത് കഴിയുമ്പോൾ 7300 വരും, അത് കഴിയുമ്പോൾ 7050 വരും. എപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ബ്രോ സ്നാപ്ഡ്രാഗൺ ഈ പറഞ്ഞ മീഡിയാടെക്കും സ്നാപ്ഡ്രാഗണും തമ്മിലുള്ള കോമ്പറ്റീഷൻ എങ്ങനെയാണ്? 7300 കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 7S Gen 2 ആണ്. പക്ഷേ പേരിന്, അതായത് സംഭവം കാണുമ്പോൾ വളരെ കോമ്പറ്റീഷൻ ആയിട്ട് തോന്നുമെങ്കിലും ക്വാൾക്കമിന്റെ ഒപ്റ്റിമൈസേഷൻ ബെറ്റർ ആണ്. കൂടുതൽ എപ്പോഴും പവറിൽ ക്വാൾക്കമാണ് വരാറ്. അപ്പോൾ 7S Gen 2 സിമിലർ ആണ്. ഈ 7300 പോലെ തന്നെ കോർട്ടെക്സ് A78 തന്നെയാണ് അതും വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് കോമ്പറ്റീഷൻ. പക്ഷെ കേൾക്കുമ്പോൾ ഇത് ഒരു 25,000 പ്രോസസ്സറായിട്ട് തോന്നും. പക്ഷെ ഇവരെങ്ങനെ ഇത് പ്ലേസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. 21 താഴെ, അല്ലെങ്കിൽ 22, മാക്സിമം 22 പറ്റത്തില്ല, 21 ആണ് ബെസ്റ്റ്. 21 താഴെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള പ്രോസസ്സറാണ്. ബാക്കി കുറേ ചിപ്സെറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. IQ Z9 വെച്ച് നോക്കുമ്പോൾ IQ Z9 ആണ് ബെറ്റർ. കാരണം 7200 കുറച്ചുകൂടി സുപ്പീരിയർ ആണ്. 6 Gen 1 ബെറ്റർ ആണ് ഈ പറഞ്ഞ 7300. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ്. സംഭവം നല്ലതാണ്, പക്ഷേ ആരും തെറ്റിദ്ധരിക്കരുത് 7200 ബെറ്റർ ആണ് 7300 എന്നുള്ളത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് കുറെ പേർക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്പർ നോക്കിയാൽ ഇനി അത് മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞ സാധനം മനസ്സിലാക്കിയ, അതായത് 7200 താഴെയാണ് 7300. അതായത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം തോന്നിയ പേരിട്ടതാണ്. ഇനി ക്യാമറ കാറ്റഗറിയിലേക്ക് വരുവാണെങ്കിൽ 50 MP ഡുവൽ ക്യാമറയാണ് പറയുന്നത്. ചിലപ്പോൾ പ്രഹസനാവും, ചിലപ്പോൾ അൾട്രാവൈഡ് 50 വരാം, എനിക്ക് തോന്നുന്നില്ല, പക്ഷെ മേ ബി. 16 MP സെൽഫി ക്യാമറ ഉണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ട്സിന് ഫാസ്റ്റ് ചാർജറുമാണ്. എല്ലാവരും പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് 19,999 ആണ്. അതായത് 20,000 രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെക്കുന്നത്. 20,000 ഇത് ഇറക്കുവാണെങ്കിൽ, ക്യാമറയൊക്കെ നല്ല രീതിയിൽ ഇറക്കുവാണ്, IQ Z9 ഒരു ടഫസ്റ്റ് കോമ്പറ്റീഷൻ ആണ് ഈ ഫോൺ. പെർഫോമൻസ് ഇനി നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ഒഴിച്ച് നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ സിമിലർ ആയിരിക്കും. അതായത് ഒരു ആകാശവും ഭൂമി ഡിഫറൻസ് ഒന്നും ഇല്ല. IQ Z9 യൂസ് ചെയ്താലും പാരലൽ നിങ്ങൾ നത്തിങ് ഫോൺ 2A യൂസ് ചെയ്താലും 7S Gen 2 ഉള്ള മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ യൂസ് ചെയ്താലും ഈ പറഞ്ഞ CMF ഫോൺ 1 യൂസ് ചെയ്താലും ഒരേ ഫീൽ ആയിരിക്കും. അത് വേറെ സത്യം. അകത്ത് നമ്മൾ ചെകഞ്ഞ് നോക്കും, ചെറിയ ചെറിയ കയറ്റി ഇറക്കങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് CMF ഫോൺ 1. അപ്പോൾ ഇതാണ് ലീക്സ്. ചിലപ്പോൾ സത്യമാകും, ചിലപ്പോൾ സത്യമാകാതിരിക്കും. എന്തായാലും ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും